നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പയ്യന്നൂർ CPM ഫണ്ട് തിരിമറിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. നടപടി ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമെന്ന് സ്പീക്കർ. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. പയ്യന്നൂരിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് ചർച്ചയ്ക്കെടുക്കാത്തത് CPM പ്രതിരോധത്തിലാകുമെന്ന ഭയം കൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം. ഹൈക്കോടതിക്കെതിരെയുള്ള സമരമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്തനെ വീണ്ടും ചോദ്യം ചെയ്ത് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി പോലീസ്. പോറ്റിക്കെതിരെ റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുക്കും. സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തി മിനിറ്റ്സ് തിരുത്തിയത് പത്മകുമാറാണെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി SIT. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി EU കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലയുമായി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കരാറിലൂടെ അമേരിക്കയുടെ താരിഫ് ഭീഷണി മറികടക്കാനാകുമെന്ന് പ്രതീക്ഷ. ഈ വർഷം അവസാനം ഒപ്പിടും. അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പരോൾ ചട്ടം ലംഘിച്ചു. പിതാവിന് അസുഖമെന്ന കാരണത്തിൽ അടിയന്തര പരോളിൽ ഇറങ്ങിയ VK നിഷാദ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെതിരെ നടന്ന CPM പ്രതിഷേധത്തിൽ പങ്കെടുത്തതായി പരാതി. ബസിൽ പീഡനശ്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ആൺസുഹൃത്ത് വൈശാഖൻ കസ്റ്റഡിയിൽ. യുവതിയെ കൊലപ്പെടുത്തിയത് ജോലിസ്ഥലത്ത് വിളിച്ചു വരുത്തി. വൈശാഖൻ യുവതിയെ കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിജയ് ചിത്രം ജനനായകന് തിരിച്ചടി. റിലീസിന് അനുമതി നിഷേധിച്ചു. വിധി സെൻസസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട അപ്പീലിൽ. കേസ് സിംഗിൾ ബെഞ്ചിന് വിട്ട് മദ്രാസ് ഹൈക്കോടതി. CPM ഫണ്ട് തട്ടിപ്പിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിഷേധിച്ച സ്ത്രീകൾ അടക്കമുള്ളവരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രതിരോധത്തിൽ ആകാതിരിക്കാനാണ് സഭയിൽ ചർച്ച ചെയ്യാത്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. സബ്മിഷൻസ് ആണ്. പ്ലീസ് അവിടെ ഒന്ന് സഹകരിക്കണം. പ്ലീസ് ഓർഡർ. സബ്മിഷൻ ശ്രീ PP ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, ആലപ്പുഴ മണ്ഡലത്തിന്റെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന നൂറുകണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സാധാരണക്കാരുടെ വിഷയമാണ് സാർ ഞാൻ ഈ സബ്മിഷനിലൂടെ അവതരിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ CPMനെ പ്രതിരോധത്തിലാക്കിയ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിവാദം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. രക്തസാക്ഷിത്വ ഫണ്ട് തട്ടിപ്പിൽ MLA TA മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് നടന്ന സമരത്തിന് നേരെയുണ്ടായ അക്രമ സംഭവങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഇരിക്കൂർ MLA സജീവ് ജോസഫാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സഭയിൽ ചർച്ച ചെയ്യാൻ മാത്രം വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നും സ്പീക്കർ നിലപാടെടുത്തു. എനിക്ക് മൈക്ക് തരാൻ അങ്ങനെ ടീമിനെ അതൊക്കെ എനിക്ക് മൈക്ക് തരില്ലെന്നൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങയുടെ ഭാഗം തന്നെ ശരിയാണ്. അങ്ങ് ചെയറിലിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളടക്കമുള്ള സമരക്കാരെ തല്ലിച്ചതച്ച CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നും വിഷയത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും?
ഈ സഭ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞത്? ഓർഡർ. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല എന്ന് പറഞ്ഞു. ശ്രീ ശ്രദ്ധ ക്ഷണിക്കൽ. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. പുറത്തുവരുന്നത് CPMന്റെ ജീർണതയുടെ മുഖമെന്നും സ്വന്തം നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടും മൗനം തുടരുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അതേസമയം പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് സഭയിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ച് UDF. MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷുമാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരം കോടതിയോടാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ സമ്മേളന കാലയളവിന്റെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയിരുന്നു. എന്നാൽ ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി സഭ ബഹിഷ്കരിക്കുന്ന നിലപാട് തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് സ്വർണ്ണക്കൊള്ളയിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. ഇന്ന് സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം അറിയിച്ചു. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് കോടതിയോടുള്ള സമരമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക, യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും. പ്രതിപക്ഷ നിരയിൽ നിന്ന് നജീബ് കാന്തപുരവും CR മഹേഷുമാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കവുമായി പോലീസ്. പോറ്റിക്കെതിരെ പുതിയ കേസുകൾ എടുക്കാനാണ് പോലീസിന്റെ നീക്കം. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ പോറ്റിക്കെതിരെ കേസെടുത്തേക്കും. സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. അതേസമയം മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പ്രതികളുടെ മൊഴിപ്പകർപ്പ് SIT EDക്ക് കൈമാറും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും വൈകും. ഇതോടെ മുരാരി ബാബുവിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങും. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ അത് സർക്കാരിനും പോലീസിനും തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ പോറ്റിക്കെതിരെ നേരത്തെ പരാതികൾ എത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് ചെക്ക് തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് തടയാനാണ് പോലീസിന്റെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം ചെമ്പാക്കിയതിന്റെ രേഖകളുടെ ശാസ്ത്രീയ പരിശോധന നടക്കും. മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ എന്ന് ഉറപ്പിക്കാനായി കൈയക്ഷരം പരിശോധിക്കും. ഇതിനായി കൈയക്ഷര സാമ്പിൾ ശേഖരിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ഈ മാസം 24-ന് തിരുവനന്തപുരത്തെ SITയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിന് ED ഇന്ന് സമൻസ് നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനാണ് ED ചോദ്യം ചെയ്യൽ. സാക്ഷികളുടെയും പ്രതികളുടെയും പകർപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം EDക്ക് കൈമാറും. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് ED നേരത്തെ SITക്ക് കത്ത് നൽകിയിരുന്നു. നൽകാതിരുന്നാൽ നിയമതർക്കമാകും എന്നതിനാലാണ് മൊഴിപ്പകർപ്പ് നൽകാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A പത്മകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 10-ന് വീണ്ടും ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ജാമ്യം ലഭിച്ചിരുന്നു.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നും കേസിൽ SITയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും KPCC വൈസ് പ്രസിഡന്റ് M. ലിജു പറഞ്ഞു. കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലിജു. പത്തനംതിട്ട ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുന്ന 16ാമത് ഇന്ത്യ-EU ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രൂപം കൊണ്ട ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ പൂർത്തിയായതായി ഇരുപക്ഷവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഭൗമരാഷ്ട്രീയ അസ്ഥിരതകളും ആഗോള വ്യാപാര തടസ്സങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോകക്രമത്തെ ക്രിയാത്മകമായി നയിക്കാനുള്ള ഒരു സംയുക്ത റോഡ് മാപ്പ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. പുതിയ കരാർ പ്രകാരം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 90% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ ഒഴിവാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യും. വരും മാസങ്ങളിൽ കരാറിന്റെ നിയമപരമായ പരിശോധനകൾ പൂർത്തിയാക്കി 6 മാസത്തിനുള്ളിൽ ഔദ്യോഗികമായി ഒപ്പിടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആന്റോ ആന്റണിക്കെതിരെ ആരോപണവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ആന്റോ ആന്റണിയുടെ പണമിടപാടിൽ ദുരൂഹതയുണ്ടെന്നും സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി പണം കൈപ്പറ്റിയതായും ഉദയഭാനു ആരോപിക്കുന്നു. MP-യുടെ ദുരൂഹ പണമിടപാടിൽ SIT അന്വേഷണം നടത്തണമെന്നും ഉദയഭാനു ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റോ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റോ ആന്റണിക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കണം. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഉദയഭാനു ഗുരുതരമായ ആരോപണങ്ങളല്ലേ ആന്റോ ആന്റണിക്കെതിരെ ഉയർത്തുന്നത്? ഗുരുതരമായ ആരോപണമാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ മുൻ ജില്ലാ CPM ജില്ലാ സെക്രട്ടറി ഗുരുതരമായ ആരോപണമാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ മുൻ CPM ജില്ലാ സെക്രട്ടറി കൂടിയായ ഉദയഭാനു ഉയർത്തുന്നത്. അത് പ്രധാനമായും തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ഇടപാട് സംബന്ധിച്ചുമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തന്ത്രി കണ്ഠരര്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ഠരര് തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് SITയുടെ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇതേ ധനകാര്യ സ്ഥാപനത്തിൽ ഈ ആന്റോ ആന്റണി MP ഇടപാട് നടത്തിയിട്ടുണ്ട്. അതായത് ഈ തന്ത്രി നടത്തിയ 2.5 കോടിയുടെ ഇടപാട് പോലെ ഈ ആന്റോ ആന്റണി MP അവിടെ നിന്നും 2.5 കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട് എന്നും ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം എന്ന തരത്തിലാണ് ഈ ആരോപണം ഇപ്പോൾ ഉദയഭാനു ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഒരു പുതിയ അന്വേഷണം ആരംഭിക്കണമെന്നാണ് KP ഉദയഭാനു പറയുന്നത്. ഈ തിരുവല്ലയിലെ അടക്കം മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഈ ആന്റോ ആന്റണി MPക്ക് ഉണ്ടായിട്ടുള്ള ധനകാര്യ ഇടപാടുകൾ, അതായത് പണമിടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് അടക്കം അന്വേഷിക്കണമെന്നാണ് ഉദയഭാനു ആരോപിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട MPക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് KP ഉദയഭാനു ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. മായ കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടതിൽ മനംനൊന്ത് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായി
വർഷ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വർഷ, പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഷിംജിതയ്ക്ക് ജാമ്യമില്ല. ഷിംജിത ഇനിയിപ്പോൾ റിമാൻഡിൽ തുടരേണ്ടി വരും. എന്തെല്ലാം കാര്യങ്ങളാണ് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത്? പ്രധാനമായും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടാണ്. പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഷിംജിത സൂചിപ്പിക്കുന്ന പോലെ യാതൊരു വിധത്തിലുള്ള ഒരു മോശം പെരുമാറ്റവും ഈ മരണപ്പെട്ട ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രതിയെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വാദം തന്നെയാണ് കഴിഞ്ഞ ദിവസം 24-ാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ നടന്നത്. പ്രധാനമായും ദീപകിന്റെ വക്കീൽ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അതേസമയം ഈ സംഭവം നടന്നു ഇതുപോലൊരു മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷിംജിതയുടെ അഭിഭാഷകൻ. എന്നാൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച പോലെ പ്രതികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷിംജിതയെ വീണ്ടും റിമാൻഡിൽ വിട്ടത്. നിലവിൽ ഇപ്പോൾ ഷിംജിത മഞ്ചേരി സബ് ജയിലിലാണുള്ളത്. എന്തായാലും ദീപകിന്റെ കുടുംബത്തിന്റെ ആവശ്യം പോലെ ദീപകിന്റെ കുടുംബം തുടക്കം മുതൽ തന്നെ പറഞ്ഞത് ഷിംജിതയെ പുറത്തു വിടരുത്, ജയിലിൽ അടയ്ക്കണം എന്നുള്ള കാര്യമായിരുന്നു. എന്തായാലും ഈ കോടതിയുടെ ഇന്ന് വന്ന വിധിയിലൂടെ അക്കാര്യം എന്തായാലും പ്രാവർത്തികമായിരിക്കുകയാണ്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ചുകൊണ്ട് CPMന്റെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതായി പരാതി. ജയിലിൽ കഴിയുന്ന നിഷാദ് അടിയന്തര പരോളിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പരോൾ കാലത്ത് ഒരു തരത്തിലും ഉള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുത് എന്നാണ് ചട്ടം. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് നിഷാദ് പയ്യന്നൂരിൽ ഇന്നലെ V കുഞ്ഞികൃഷ്ണനെതിരെ നടന്ന CPMന്റെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പിതാവിന് അസുഖമാണെന്ന് പറഞ്ഞാണ് നിഷാദ് അടിയന്തര പരോൾ നേടിയത്. ഇന്നലെ പ്രകടനം പൂർത്തിയാക്കിയ ശേഷം നിഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചു കയറുകയും ചെയ്തു. CPMന്റെ പ്രകടനത്തിൽ നിഷാദ് പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരോൾ ചട്ടലംഘനം വ്യക്തമായതോടെ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത്. സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം നൽകില്ല. ആശയക്കുഴപ്പമുള്ള സീറ്റുകളുടെ കാര്യം ഹൈക്കമാൻഡിന്റെ പരിഗണനയ്ക്ക് വിടും. 3 ദിവസത്തെ തിരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾക്കാണ് ഇന്ന് KPCC ആസ്ഥാനത്ത് തുടക്കമാകുന്നത്. ഘടകകക്ഷികളുമായുള്ള പ്രാഥമിക ഘട്ട സീറ്റ് ചർച്ചകൾ തുടങ്ങിയതിനാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ആലോചന. സിറ്റിംഗ് MLA-മാർ ഒട്ടുമിക്ക സീറ്റുകളിലും മത്സരിക്കും. അതേസമയം ജയസാധ്യതയിൽ സംശയമുള്ള മണ്ഡലങ്ങളിൽ MLA-മാരുടെ ജനകീയത എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കും. സുനിൽ കനകൊലുവിന്റെയും ദീപാദാസ് മുൻഷിയുടെയും സർവേകൾ കണക്കിലെടുക്കും. തൃപ്പൂണിത്തുറയിൽ K ബാബു ഇക്കുറി മത്സരിക്കില്ല. എല്ലാവരും ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം ആരെ പരിഗണിക്കണം എന്നത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. DCCയുടെ താൽപര്യത്തിന് പരിഗണന നൽകി തന്നെയാകും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. മറ്റു മണ്ഡലങ്ങളിലും പ്രാദേശിക ഘടകങ്ങളുടെ വികാരം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ മതിയെന്നാണ് തീരുമാനം. സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനമുള്ളതിനാൽ അത്തരം ചർച്ചകളിലേക്ക് കടക്കുകയില്ല. അതേസമയം ജനസ്വാധീനമുള്ള ചില MP-മാരുടെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം വിട്ടുവീഴ്ച ചെയ്യുമെന്ന സൂചനകളുമുണ്ട്. നിർണായകമായ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലെ ശശി തരൂരിന്റെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ്. നേതൃത്വവുമായി അകൽച്ചയിലായിരിക്കുന്ന തരൂർ ഡൽഹിയിലെ ചർച്ചകളിലും പങ്കെടുത്തിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമുദായ സംഘടനകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. NSS എല്ലാ കാലത്തും സമദൂര ലൈനാണ്. അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നും ചെന്നിത്തല ചോദിച്ചു. ഞങ്ങൾക്ക് ഈ സംഘടനകളോടൊക്കെ നല്ല ബന്ധമാണുള്ളത്. NSSനോടും നല്ല ബന്ധം, SNDPയോടും മുസ്ലിം സംഘടനകളോടും ക്രൈസ്തവ സംഘടനകളോടും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന് അഭിവാദ്യം അറിയിച്ച് ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഫ്ലക്സ്. SNDP ഐക്യ ആഹ്വാനത്തിൽ നിന്ന് NSS പിന്മാറിയതിന് പിന്നാലെയാണ് ഫ്ലക്സ് ഉയർന്നത്. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് അഭിവാദ്യമെന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. KSU, യൂത്ത് കോൺഗ്രസ്, സേവാദൾ എന്നിവരുടെ പേരിലാണ് ഫ്ലക്സ്. കഴിഞ്ഞ ദിവസം VD സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ VD സതീശൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയായിരുന്നു സുകുമാരൻ നായരുടെ വിമർശനം. ബലാത്സംഗ പരാതിയിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിന് അനുകൂല ഉത്തരവ്. ബലാത്സംഗ കേസ് എടുക്കും മുമ്പ് പോലീസ് റിപ്പോർട്ട് പരിഗണിക്കണമോ എന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി.
കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർക്കും ആശ്വാസം. കേസെടുക്കാൻ നിർദ്ദേശിച്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ പരാതിക്കാരി നൽകിയ അപ്പീൽ കോടതി തള്ളി. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതി ഉത്തരവ് നാളെ. പ്രോസിക്യൂഷൻ അനുമതിക്കായി ചീഫ് സെക്രട്ടറിക്ക് നൽകുന്ന കത്തിനൊപ്പം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വേണമോ അതോ പരാതിക്കാരൻ നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് പ്രോസിക്യൂഷൻ അനുമതിക്കായുള്ള കത്ത് നൽകിയാൽ മതിയോ എന്ന കാര്യത്തിലാണ് കോടതി നാളെ ഉത്തരവ് പറയുക. തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി മനോജാണ് ഉത്തരവ് പറയുക. എന്നാൽ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ടുള്ള പരാതിക്കാരൻ അഡ്വക്കേറ്റ് നെയ്യാറ്റിങ്കര P. നാഗരാജന്റെ ഹർജിയിൽ സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു.